ആസൂത്രിതമായി അക്രമ പ്രവർത്തനങ്ങൾ ആരെങ്കിലും അയച്ചുവിട്ടാൽ അവരെ ജനാധിപത്യപരമായും നിയമപരമായും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തനം നഷ്ടപ്പെട്ടതിനുള്ള പ്രതിഷേധമാണ് ഇടവണ്ണപ്പാറ SYS കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കളോട് ഒരു കാര്യം വളരെ വിനയമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം എന്നുള്ള ഒരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേരിനെ മാനിച്ചുകൊണ്ടെങ്കിലും ഇതുപോലത്തെ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ശരീരത്തിൽ കണ്ടുപ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു പ്രവർത്തകനെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കുക, അതല്ലെങ്കിൽ അവന്റെ ഭാര്യയെ വിധവയാക്കുക, അവന്റെ മക്കളെ എത്തിമാക്കുക എന്ന് പറയുന്നത് മതപരമായി അതിന്റെ നിയമം എന്താണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മറുപടി പറയേണ്ടതുണ്ട് എന്ന് പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അങ്ങനെ തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് ഇന്നലെ നടന്നതുപോലത്തെ പ്രവർത്തനങ്ങൾ, ഇന്നലെ നടന്നതുപോലത്തെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നിങ്ങളിൽ നിന്ന് ആവർത്തിക്കുകയാണ് എങ്കിൽ അത് കേരള ജനതയ്ക്ക് വിശിഷ്ട മുസ്ലിം സമുദായത്തിന് തന്നെ മാനക്കേടാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുകയാണ് എങ്കിലും അവരെ പിന്തുണയ്ക്കുവാനും അവരോട് സഹകരിക്കുവാനുമുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. കാരണം അത് ഞങ്ങളുടെയും കൂടി അവകാശമാണ്. അതേസമയത്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ അധികാരം ഉപയോഗപ്പെടുത്തി, സാമ്പത്തിക സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ തകർക്കാമെന്നത് നിങ്ങൾ കാണും സ്വപ്നം മാത്രം. നിങ്ങൾ കാണും സ്വപ്നം മാത്രം. ആദർശത്തെ സംരക്ഷിക്കാൻ, ആദർശത്തെ സംരക്ഷിക്കാൻ തീകൾ താണ്ടിയ പ്രസ്ഥാനത്തെ, തീകൾ താണ്ടിയ പ്രസ്ഥാനത്തെ അക്രമമർദ്ദന മുറുകൾ കൊണ്ട് തല്ലിക്കെടുക്കാൻ